Alhamdulillah Rabbil Alameen. Wassalatu wassalamu ala rasulihil ameen wa ala alihi wa sahbihi ajma'in, amma ba'd. Fattaqullaha ya ibadallah. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മേലായ റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൻ നബയിലെ 12-ാമത്തെ ആയത്താണ് ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത്. ആദ്യം നമുക്ക് ഒന്ന് പാരായണം ചെയ്ത് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വബനൈനാ ഫൗഖകും സബ്അൻ ശിദാദാ വജഅൽനാ സിറാജൻ വഹാജാ وأنزلنا من المعصرات ماء ثجاجا لنخرج به حبا ونباتا وجنات ألفافا. 11-ാമത്തെ ആയത്തിന് ശേഷമുള്ളത് വബനൈനാ ഫൗഖകും സബ്അൻ ശിദാദാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം വബനൈന. ബന യബ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർമ്മിക്കുക എന്നാണ്. ബനൈന എന്ന് പറഞ്ഞാൽ ഫഅൽന, നാം എന്ത് ചെയ്തു? നിർമ്മിച്ചു, നാം നിർമ്മിച്ചു. വബനൈന ഫൗഖകും, നിങ്ങളുടെ മുകളിൽ, നിങ്ങളുടെ മുകളിലായിക്കൊണ്ട് നാം നിർമ്മിച്ചു. സബ്അൻ, 7 ആകാശത്തെ, 7 എണ്ണത്തെ നിർമ്മിച്ചു. എങ്ങനെയുള്ളത്? ഷിദാദൻ, നല്ല ബലവത്തായ ശക്തമായ 7 ആകാശത്തെ നിങ്ങളുടെ മുകളിൽ സൃഷ്ടിച്ചു. അപ്പൊ ഷദീദ് എന്നതിന്റെ ജംആണ്, ഷദീദത്തുൻ എന്നതിന്റെ ജംആണ് ഷിദാദ്. കഠിനമായ ബലവത്തായ 7 എണ്ണം നിങ്ങളുടെ മുകളിലായി അള്ളാഹു സൃഷ്ടിച്ചു എന്ന് പറയുകയാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആകാശം നല്ല കഠിനമായ ബലവത്തായ ഒന്നാണ്. അത് കാലം ഒരുപാട് സഞ്ചരിക്കുന്നു, കാലം കഴിയുന്നു, ആകാശത്തിന് എന്ത് സംഭവിക്കണില്ല? തേയ്മാനം സംഭവിക്കുന്നില്ല. ആകാശം എന്തെങ്കിലും കുഴപ്പം സംഭവിക്കുന്നുണ്ടോ? അതിന് ഇല്ല. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞിട്ടും ആകാശം അതേപോലെ എന്ത് ചെയ്യുന്നുണ്ട്? നിലനിൽക്കുന്നുണ്ട്. അതാണ് ബലവത്തായ രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ്. ലാ യുഅസ്സിറു ഫീഹാ മുറൂറു സമാൻ, കാലം എത്ര തന്നെ കടന്നാലും അതിന് യാതൊരു പരിക്കും ചെയ്യൂല, ആകാശത്തിന് ഉണ്ടാവുകയില്ല എന്നാണ്. ലാ ഫുതൂറ ഫീഹാ വലാ ഫുറൂജ്, ഒരു വിടവോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോറലോ ഒന്നും തന്നെ എന്ത് ചെയ്യൂല, ആകാശത്തിനെ ഏൽക്കുകയില്ല എന്നാണ്. അപ്പൊ ഈ ആയത്ത് 12-ാമത്തെ ആയത്ത് വരുന്നത് വജഅൽനൽ ലൈല ലിബാസ വജഅൽനൻ നഹാറ മആശ. ഈ 2 ആയത്തിന് ശേഷം എന്താണ് കഴിഞ്ഞ ആയത്തുമായിട്ട് ഈ ആയത്തിനുള്ള ബന്ധം? വബനൈനാ ഫൗഖകും സബ്അൻ ശിദാദാ, ആകാശത്തെ കുറിച്ചാണ് പറയുന്നത്. അതായത് രാത്രിയും അതേപോലെ തന്നെ പകലും അതെന്തിലാണ് നടക്കുന്നത്? ഈ ആകാശത്തിന്റെ ചുവട്ടിലാണ് എന്ത് ചെയ്യുന്നത്? ഈ രാത്രിയും പകലും മാറി മറിയുന്നുള്ളത്. അതുകൊണ്ടാണ് അതിനുശേഷം എന്ത് പറഞ്ഞത്? ആകാശത്തെ കുറിച്ച് പറഞ്ഞത്. ഇപ്പൊ രാത്രിയെ കുറിച്ച് പറഞ്ഞു, പകലിനെ കുറിച്ച് പറഞ്ഞു, ശേഷം അത് ആകാശത്തിന്റെ അവസ്ഥകളാണ് എന്ത്? ഈ രാവിലെയും വൈകുന്നേരവും എന്നത്. അതുകൊണ്ട് ആകാശത്തെയും എന്ത് ചെയ്തു? പ്രതിപാദിച്ചു. ആകാശം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ അത്ഭുതകരമായ ഒരു സൃഷ്ടിപ്പാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പലയിടത്തും ആകാശത്തെ എന്ത് ചെയ്യുന്നുണ്ട്? എടുത്തു പറയുന്നുണ്ട്. സൂറത്തുൻ നാസിആത്തിലെ 27-28 ആയത്തിൽ അല്ലാഹു പറയുന്നത് അഅൻതും അശദ്ദു ഖൽഖൻ അമിസ് സമാഉ ബനാഹാ. അതായത് നിങ്ങളാണോ, മനുഷ്യന്മാരെ നിങ്ങളാണോ അള്ളാഹുവിന്റെ ഉത്കൃഷ്ടരായ, അള്ളാഹുവിന്റെ കഠിനമായ സൃഷ്ടികൾ നിങ്ങളാണോ, അതല്ല ആകാശമാണോ? അള്ളാഹു ഉണ്ടാക്കിയതിൽ വെച്ച് ഭയങ്കര പണിയുള്ള സൃഷ്ടികൾ നിങ്ങളാണോ, അതല്ല ആകാശമാണോ എന്ന് ചോദിക്കാം. അതായത് ആകാശമാണെന്ന് അത്രയും കൃത്യതയോട് കൂടിയിട്ടാണ് അള്ളാഹു ചെയ്തിട്ടുള്ളത്, ആകാശത്തെ സൃഷ്ടിച്ചിട്ടുള്ളത്. അള്ളാഹു അതിന്റെ വിധാനത്തെ ഉയർത്തി, ആകാശത്തെ അള്ളാഹു ഉയർത്തിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? വ്യവസ്ഥപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ്. അതോടൊപ്പം തന്നെ സൂറത്തു ഖാഫിൽ അല്ലാഹു ചോദിക്കുന്നുണ്ട്, അഫലം യൻദുറു ഇലസ്സമാ,
അവർ ആകാശത്തിലേക്ക് നോക്കുന്നില്ലേ? കൈഫ ബനൈനാഹ, എങ്ങനെയാണ് നാം അത് സൃഷ്ടിച്ചത്? വസയ്യനാഹ, എങ്ങനെയാണ് നാം അത് അലങ്കരിച്ചത്? വമാ ലഹാ മിൻ ഫുറൂജ്, യാതൊരു വിടവുമില്ല ആകാശത്തിന് നമുക്ക് കാണിക്കുവാൻ സാധിക്കുകയില്ല. സൂറത്തു ഗാഫിറിലെ 57-ാമത്തെ ആയത്ത്, ലഖൽഖുസ് സമാവാതി വൽ അർദി അക്ബറു മിൻ ഖൽഖിൻ നാസ്, ജനങ്ങളെക്കാളും ജനങ്ങളെ സൃഷ്ടിച്ചതിനേക്കാളും ഏറ്റവും വലിയ സൃഷ്ടിപ്പ് ഏതാണ്? ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടിപ്പാണ്. സൂറത്തു യാസീനിലെ 81-ാമത്തെ ആയത്ത്, അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ ബിഖാദിരിൻ അലാ അൻ യഖ്ലുഖ മിസ്ലഹും ബലാ വഹുവൽ ഖല്ലാഖുൽ അലീം. അല്ലാഹു ചോദിക്കാൻ, ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനായ റബ്ബ്, ആ റബ്ബ് നിങ്ങളെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് അല്ലാഹുവിന് എന്താണ്? വളരെ എളുപ്പമാണ്. എല്ലാം അറിയുന്ന റബ്ബ് എന്ത് ചെയ്യും? ആ റബ്ബിന് അത് സാധ്യമല്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ സങ്കീർണമായ ആകാശവും ഭൂമിയും എല്ലാം സൃഷ്ടിച്ച റബ്ബിനെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ലാത്തൊരു മനുഷ്യനെ പുനർജീവിപ്പിക്കുക എന്നുള്ളത് എന്തല്ല? അള്ളാഹുവിന് ഒരു പണിയുള്ള വിഷയമല്ല. അതോടൊപ്പം തന്നെ നമ്മൾ ആകാശത്തിലേക്കൊന്ന് നോക്കിയാൽ തന്നെ ആകാശത്തിന്റെ ഭംഗി, ആകാശത്തിന്റെ കൃത്യത ഒരു തൂണ് പോലുമില്ല. ആകാശം എങ്ങനെയാണ് നിലനിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു എന്ത് ചെയ്യുന്നതാണ്? അള്ളാഹു പിടിച്ചു നിർത്തുന്നതാണ്. സൂറത്തുൽ റഅദിലെ 2-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, അല്ലാഹുല്ലദീ റഫഅസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ, ഒരു തൂണുകളുമില്ലാതെ ആകാശത്തെ പിടിച്ചു നിർത്തുന്നതാരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹുവാണ് ആകാശത്തെ ഉയർത്തിയിട്ടുള്ളതെന്നാണ്. സൂറത്തുൽ ഹജ്ജിലെ 65-ാമത്തെ ആയത്ത്, വയുംസികുസ് സമാഅ അൻ തഖഅ അലൽ അർദി ഇല്ലാ ബിഇദ്നി, അല്ലാഹുവാണ് ആകാശത്തെ എന്ത് ചെയ്യുന്നത്? ഭൂമിയിലേക്ക് വീഴാതെ പിടിച്ചു നിർത്തുന്നത് അല്ലാഹുവാണ് എന്ന് പറയുകയാണ്. എന്നിട്ട് ആ ആയത്ത് അവസാനിപ്പിക്കുന്നത്, ഇന്നല്ലാഹ ബിന്നാസി ലറഊഫുർ റഹീം, അല്ലാഹു ജനങ്ങളോട് അതിരറ്റ് റഊഫാണ്, റഹീമാണ്, കാരുണ്യമുള്ള ആളാണ്. അതോടൊപ്പം തന്നെ അല്ലാഹു ലോലതയുള്ള ആളുമാണ് എന്ന് പറയുകയാണ്. ജനങ്ങളോട് അങ്ങേയറ്റത്തെ ലോലതയും കാരുണ്യവും അല്ലാഹുവിനുണ്ട്. അതുകൊണ്ടാണ് ആകാശത്തെ അല്ലാഹു എന്ത് ചെയ്യുന്നത്? പിടിച്ചു നിർത്തുന്നത്. അല്ലാഹു ആകാശത്തെ പിടിച്ചു നിർത്തുന്നത്. അല്ലാഹു ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അല്ലാഹു എന്ത് ചെയ്യാം? ആകാശത്തെ ഭൂമിയിലേക്ക് താഴ്ത്തിക്കൊണ്ട് ജനങ്ങളെ അവരെ നശിപ്പിക്കാൻ അല്ലാഹുവിന് എളുപ്പമാണ്. അല്ലാഹു നശിപ്പിക്കുക എന്നുള്ളതിന് ഏതാനും ചില സമയം മാത്രം മതി എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് മനുഷ്യൻ എന്നത്. അതിനേക്കാളും വലിയ സങ്കീർണമായ ഒരുപാട് സൃഷ്ടികളുണ്ട്. അപ്പൊ അതിൽ ഒരു ദുർബലനായ ഒരു സൃഷ്ടി മാത്രമാണ് മനുഷ്യൻ എന്നാണ് അല്ലാഹു പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഈ സൃഷ്ടിച്ച ഈ ഭൂമിയിലുള്ള മറ്റു ചരാചരങ്ങളെല്ലാം സൃഷ്ടിച്ച റബ്ബിനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യനെ പുനർജീവിപ്പിക്കുക എന്നുള്ളത് അല്ലാഹുവിന് അതൊരു വിഷയമേ അല്ല എന്ന് പറഞ്ഞു വെക്കുകയാണ്. അതിനുശേഷമുള്ള ആയത്ത്, വജഅൽനാ സിറാജൻ വഹാജ, വജഅൽനാ സിറാജൻ വഹാജ, വജഅൽനാ നാം സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ജഅലിന്റെ അർത്ഥം സൃഷ്ടിച്ചു എന്നുള്ളതാണ്. ജഅലക്ക് 2 അർത്ഥമാണ് വരിക. ഒന്ന് സയ്യറ എന്നതും ആക്കി എന്നുള്ള അർത്ഥവും, മറ്റൊന്ന് സൃഷ്ടിച്ചു എന്നർത്ഥം. അപ്പൊ ഇവിടെ സൃഷ്ടിച്ചു എന്നുള്ള അർത്ഥമാണ് വരുന്നത്. വജഅൽനാ നാം സൃഷ്ടിച്ചു, സിറാജൻ, സിറാജ് എന്ന് പറഞ്ഞാൽ വിളക്ക്, സിറാജൻ വിളക്കിനെ നാം സൃഷ്ടിച്ചു. എങ്ങനെയുള്ള വിളക്കാണ്? വഹാജൻ, അതെന്ത് ചെയ്യുന്നുണ്ട്? കത്തിജ്വലിക്കുന്നുണ്ട് എന്നാണ്. വിളക്കുമാണ്, അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? നല്ല ചൂടുണ്ട്, നല്ല കത്തിജ്വലിക്കുന്ന വിളക്കിനെയാണ് നാം സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ ആയത്തും മുമ്പത്തെ ആയത്തും തമ്മിലുള്ള ബന്ധം എന്താ? ആകാശത്തെ കുറിച്ച് പറഞ്ഞു, പിന്നെ സൂര്യനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ആകാശത്തിൽ നാം കാണുന്നത് എന്താ? പ്രധാനപ്പെട്ട് കാണുന്ന ഒരു കാര്യം എന്താ? സൂര്യനാണ്. അതുകൊണ്ടാണ് സൂര്യൻ എന്ത് ചെയ്തത്? എടുത്തു പറഞ്ഞത്. കാരണം ആ സൂര്യനിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? അല്ലാഹു സൂര്യനെ കാരണമാക്കിയിട്ടാണ് മനുഷ്യന്റെ ജീവന്റെ നിലനിൽപ്പിനെ വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ സൂര്യൻ എന്ത് ചെയ്തത്? അതിനുശേഷം പറയുന്നത്. അപ്പൊ ഇവിടെ സൂര്യനെ കുറിച്ച് അല്ലാഹു പറയുമ്പോൾ 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് സിറാജ് ആണ് എന്നുള്ളതാണ്, ഇതെന്ത് ചെയ്യുന്നുണ്ട്? പ്രകാശമാണ്, വിളക്കാണ് എന്നുള്ളതാണ്. രണ്ടാമത്തേത് എങ്ങനെയുള്ള വിളക്കാണ്? കത്തിജ്വലിക്കുന്ന വിളക്കാണ്. ഏതുപോലെയല്ല? ചന്ദ്രനെ പോലെയല്ല. ചന്ദ്രൻ പ്രകാശമാണ്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല? ആ ചൂട് ചന്ദ്രനിലില്ല. ചന്ദ്രൻ എന്തില്ല? സൂര്യനുള്ള ചൂട് ചന്ദ്രനിലില്ല എന്ന ഒരു കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട്. സൂറത്തുൽ നൂഹിലെ 16-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, വജഅല ശംസ സിറാജ, സൂര്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളക്കാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്.
അപ്പൊ ഈ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തെ കുറിച്ച് പറയുന്നു, പിന്നെന്ത് ചെയ്യുന്നു, ആ ആകാശത്തിലുള്ള സൂര്യനെ കുറിച്ച് പറയുന്നു. അടുത്തത് വഅൻസൽനാ മിനൽ മുഅ്സിറാതി മാഅൻ സജ്ജാജ. വഅൻസൽനാ, നാം ഇറക്കിയിട്ടുണ്ട്, മിനൽ മുഅ്സിറാത്ത്. മുഅ്സിറാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർമേഘങ്ങൾ, മേഘങ്ങളിൽ നിന്ന് നാം ഇറക്കിയിട്ടുണ്ട്, മാഅൻ വെള്ളം. എങ്ങനെയുള്ള വെള്ളം? സജ്ജാജൻ, കുത്തിയൊലിക്കുന്ന, കോരിച്ചൊലിയുന്ന വെള്ളം നാം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ്. വഅൻസൽനാ, നാം ഇറക്കി, മിനൽ മുഅ്സിറാത്തി, കാർമേഘത്തിൽ നിന്ന്, മാഅൻ വെള്ളം, സജ്ജാജൻ കോരിച്ചൊലിയുന്ന, കുത്തിയൊലിക്കുന്ന വെള്ളം. ഈ ആയത്തും കഴിഞ്ഞ ആയത്തും തമ്മിലുള്ള ബന്ധം എന്താ? വഅൻസൽനാ മിനൽ മുഅ്സിറാത്തി മാഅൻ സജ്ജാജ. മഴയെ കുറിച്ചാണ് പറയുന്നത്. അതായത് കഴിഞ്ഞ ആയത്തിൽ അള്ളാഹു സൂര്യനെ കുറിച്ച് പറഞ്ഞു. സൂര്യന്റെ പ്രകൃതം ചൂടാണ്, സൂര്യന്റെ പ്രകൃതം ചൂടാണ്. അതിന്റെ നേരെ വിപരീതമായ പ്രകൃതമാണ് എന്ത്? വെള്ളം, മഴ എന്നുള്ളത്. അതുകൊണ്ടാണ് ആ മഴയെക്കുറിച്ച് പറയുന്നത്. അപ്പൊ മഴയെക്കുറിച്ച് ഒരുപാട് ആയത്തുകളിൽ അള്ളാഹു എടുത്തു പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമായിട്ട് അള്ളാഹു പരിചയപ്പെടുത്തുന്ന ഒരു വിഷയമാണ് മഴ എന്നുള്ളത്. സൂറത്തുൽ ഹജ്ജിലെ 63-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, അലം തറ അന്നല്ലാഹ അൻസല മിനസ് സമാഇ മാഅൻ. നിങ്ങൾ കാണുന്നില്ല അള്ളാഹു ആകാശത്ത് നിന്ന് വെള്ളം ഇറക്കുന്നത്. അങ്ങനെ വെള്ളം ഇറക്കി കഴിഞ്ഞാലോ, മഴ പെയ്യിപ്പിച്ചു കഴിഞ്ഞാലോ, ഫതുസ്ബിഹുൽ അർദു മുഖ്തറൻ ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. അങ്ങനെ ആ സ്ഥലം എന്ത് ചെയ്യും? പച്ചപ്പുള്ളതായി, നല്ല ഫലപുഷ്ടിയുള്ളതായിട്ട് എന്ത് ചെയ്യും? ആ സ്ഥലം മാറും. സൂറത്തു വാഖിഅയിലെ 68-70 ആയത്തുകളിൽ അഫറഅയ്തുമുൽ മാഅല്ലദീ തശ്റബൂൻ. നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. നിങ്ങളാണോ ഇറക്കിയത്, അതല്ല നാമാണോ ഇറക്കിയത്? ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തഷ്കുറൂൻ. നമ്മൾ വിചാരിച്ചിരുന്നുവെങ്കിൽ അത് ഉപ്പുരസമുള്ള വെള്ളമാക്കി മാറ്റുമായിരുന്നു. ഫലൗലാ തഷ്കുറൂൻ. നിങ്ങൾ എന്തുകൊണ്ട് അല്ലാഹുവിനെ ശുക്ർ ചെയ്യുന്നില്ല എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. അപ്പൊ അവിടെ അല്ലാഹു ജനങ്ങളെ അവർ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടി അല്ലാഹു ക്ഷണിക്കുകയാണ്. ഒരു ഗ്ലാസ് വെള്ളം എന്ന് പറയുമ്പോൾ അതിലെന്തുണ്ട്? നമുക്ക് ഒരുപാട് ആരോഗ്യം നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ വെള്ളത്തിലുള്ള ഉപകാരം നമ്മളൊന്ന് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഉപകാരം എന്താണ് വെള്ളം കൊണ്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഭൂമിയുടെ ഏറ്റവും കൂടുതൽ ഭാഗം വെള്ളം കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? കവർ ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ് മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മറ്റൊരായത്തിൽ സൂറത്ത് ശൂറയിലെ 28-ാമത്തെ ആയത്തിൽ വഹുവല്ലദീ യുനസ്സിലുൽ ഗൈസ മിൻ ബഅദി മാ ഖനതു. ആ നാട്ടിലുള്ള ആളുകൾ എന്ത് ചെയ്തു? നിരാശരായി. അപ്പൊ മഴ ലഭിക്കാതെ നിരാശരായി. അങ്ങനെ നിരാശരായ സന്ദർഭത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നത്? മഴ പെയ്യിപ്പിക്കുന്നത്. വയൻഷുറു റഹ്മത, അല്ലാഹുവിന്റെ റഹ്മത്ത് എന്ത് ചെയ്യും? അല്ലാഹു വ്യാപിപ്പിക്കുന്ന. അപ്പൊ ഇവിടെ മഴയെ അല്ലാഹു പരിചയപ്പെടുത്തുന്നത് റഹ്മത്തായിട്ടാണ്. അല്ലാഹുവിന്റെ റഹ്മത്താണ് മഴ. വഹുവൽ വലിയുൽ ഹമീദ്. അല്ലാഹുവാണ് എല്ലാ ആളുകളുടെയും സഹായവും അതോടൊപ്പം തന്നെ ഹമീദും, പുകഴ്ത്തപ്പെടുന്നവനും അല്ലാഹുവാണ്. സൂറത്തുൽ അഅറാഫിലെ 96-ാമത്തെ ആയത്ത് വലൗ അന്ന അഹ്ലൽ ഖുറ, ഗ്രാമവാസികളായ ആളുകൾ ആമനു, അവർ ഈമാൻ ഉൾക്കൊള്ളുകയും വത്തഖൗ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും അല്ലാഹു അനുഗ്രഹങ്ങൾ എന്ത് ചെയ്യും? തുറന്നു കൊടുക്കും. വലാകിൻ കദ്ദബു ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ, എന്നാൽ അവർ കളവാക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ചെയ്തതിന്റെ ഫലമായി കൊണ്ട് അവർ എന്ത് ചെയ്തു? പിടികൂടുകയും ചെയ്തു. അപ്പൊ അവിടെ രണ്ട് കാര്യങ്ങളാണ് അല്ലാഹു പറയുന്നത്. ഈമാനും തഖ്വയും ഉണ്ടെങ്കിൽ അല്ലാഹു എന്ത് ചെയ്യും? ആകാശത്തുനിന്നും ഭൂമിയിൽ നിന്നും അല്ലാഹു അനുഗ്രഹം ചെയ്യും. എന്നാൽ അല്ലാഹുവിനെ കളവാക്കി കഴിഞ്ഞാൽ അല്ലാഹു എന്ത് ചെയ്യും? ആ കളവാക്കിയതിന്റെ പേരിൽ കളവാക്കിയ ആളുകളെ അല്ലാഹു പിടികൂടുക തന്നെ ചെയ്യും എന്നാണ് അല്ലാഹു പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു മഴക്കാലം എന്ന നിലക്ക് മഴയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് മര്യാദകളുണ്ട്. അതിൽ ഒന്നാമത്തെ മര്യാദയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മേഘങ്ങൾ കൂട്ടിമുട്ടി ഒരു ഇരുട്ടുള്ള ഒരു സന്ദർഭമായി കഴിഞ്ഞാൽ, മഴ പെയ്യാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ റഅ നാശിയൻ മിൻ ഉഫുഖിൻ മിൻ ആഫാഖിസ് സമാ തറക അമലഹു വഇൻ കാന ഫീ സ്വലാത്തിഹി ثم يقول اللهم إني أعوذ بك من شر ما فيه. അങ്ങനെ മേഘങ്ങളൊക്കെ മൂടിക്കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു, അല്ലാഹുവേ ഇന്നി അഊദു ബിക്, ഞാൻ നിന്നോട് ശരണം തേടുന്നു, മിൻ ശർരി മാ ഫീഹി, അതിൽ നിന്ന് എന്തെങ്കിലും ഷർറാണ് വരാൻ പോകുന്നത് എങ്കിൽ അതിന്റെ ഷർറിനെ തൊട്ട് ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു എന്ന് നബി പറയാറുണ്ടായിരുന്നു. ഇനി മഴ പെയ്തു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത് അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ എന്ന പ്രാർത്ഥനയാണ്. അതാണ് ഒന്നാമത്തെ മര്യാദയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തേത് അൻ യദ്ഹറൽ ഖൗഫു വൽ വജലു അലാ വജ്ഹിക വഹറകാതിക വതസറുഫാതിക. മഴ പെയ്യുമ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പേടി ഉണ്ടാകണം. നമുക്കൊരു പേടി മഴ പെയ്യുമ്പോൾ ഉണ്ടാകണം എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയാം, വഇദാ തഖയ്യലതിസ് സമാ തഗയ്യറ ലൗനുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ മേഘാവൃതമായി കഴിഞ്ഞാൽ റസൂലിന്റെ മുഖത്തിന്റെ നിറം മാറുമായിരുന്നു. വഖറജ വദഖല വഅഖ്ബല വഅദ്ബറ, റസൂൽ എന്ത് ചെയ്യും, പ്രാണപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. അങ്ങനെ മഴ പെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, റസൂലിന്റെ ആ മുഖത്തിൽ നിന്ന് എന്ത് ചെയ്യും, ആ പേടിയും കാര്യങ്ങളൊക്കെ വെളിവാകുമായിരുന്നു എന്നാണ്. അങ്ങനെ മഴ പെയ്യുമ്പോൾ എന്ത് ചെയ്തു, റസൂലിന്റെ മുഖത്തിലേക്ക് നോക്കുമ്പോൾ ഒരു പേടിയും ഭയമൊക്കെ കാണുന്നുണ്ട്. ആ സന്ദർഭത്തിൽ ചോദിച്ചു, എന്താണ് റസൂലെ താങ്കൾ ഇങ്ങനെ ഭയപ്പെടാനുള്ള കാരണം? ആ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ലഅല്ലഹു യാ ആയിഷ കമാ ഖാല ഖൗമു ആദി ഫലമ്മാ റഅവഹു ആരിദൻ മുസ്തഖ്ബില ഔദിയതിഹിം ഖാലു ഹാദാ ആരിദുൻ മുംതിറുനാ. ആദ് സമൂഹം പറയുന്നുണ്ട്, അതായത് മേഘങ്ങൾ മൂടിക്കിടക്കുന്ന സമയത്ത് ആദ് സമൂഹം പറഞ്ഞു, ഇത് മഴക്കുള്ള മേഘമാണ് എന്ന് പറഞ്ഞു. പക്ഷെ അതെന്തിനുള്ള മേഘമായിരുന്നു? ശിക്ഷക്കുള്ള മേഘമായിരുന്നു. അപ്പൊ റസൂല് പറയാം, ആയിഷ, ആദ് സമൂഹം പറഞ്ഞതുപോലെ ഒരു ശിക്ഷക്കുള്ളതാണെങ്കിലോ എന്നാണ് തിരിച്ചെന്ത് ചെയ്യുന്നത്, ചോദിക്കുന്നത്. ചില ഹദീസിൽ പറയുന്നത് അത് ഒരു ശിക്ഷയാണ് എന്നതിൽ നിന്ന് എന്നെ എന്താണ് അത് ശിക്ഷയല്ല എന്നറിയിച്ചു തരുന്ന എന്ത് കാര്യമാണുള്ളത്, അതുകൊണ്ട് ശിക്ഷയാകാൻ എന്തുണ്ട്, സാധ്യതയുണ്ട് എന്നൊരു പേടി എന്ത് ചെയ്തിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നു. അപ്പൊ മഴയെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ആ രൂപത്തിൽ കാണേണ്ടതുണ്ട്. റഹ്മത്താണ് എന്നതോടൊപ്പം തന്നെ അതൊരു ശിക്ഷയ്ക്ക് കാരണമാകുമോ എന്നൊരു പേടിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു മര്യാദ എന്നുള്ളത് ഇടിമുട്ടുന്ന സമയത്ത് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ കേട്ടുകഴിഞ്ഞാൽ, ഇടിയുടെ ശബ്ദം കേട്ടുകഴിഞ്ഞാൽ തറക്കൽ ഹദീസ്, റസൂൽ സംസാരം ചെയ്യും, ഒഴിവാക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നത് സുബ്ഹാനല്ലദീ യുസബ്ബിഹു റഅദു ബിഹംദിഹി വൽ മലായികതു മിൻ ഖീഫതിഹി എന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇന്ന ഹാദാ ലവഈദുൻ ശദീദുൻ ലി അഹ്ലിൽ അർദ്, ഇത് ഭൂമിയിലുള്ള ആളുകൾക്കുള്ള വമ്പിച്ച താക്കീതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഈ മഴ പെയ്യുന്ന സന്ദർഭം എന്നത് പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്ന സന്ദർഭമാണ്. മഴ പെയ്യുന്ന സന്ദർഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ കാണാൻ പറ്റും, ദഅവതാനി ലാ തുറദ്ദാൻ, രണ്ട് പ്രാർത്ഥനകൾ തള്ളപ്പെടുകയില്ല എന്നാണ്. ഒന്നാമത്തേത് ഇൻദ ഇൽതിഹാമിൽ ജയ്ഷ്, സൈന്യം ഏറ്റുമുട്ടുന്ന സന്ദർഭം, ഇരു സൈന്യങ്ങളും ഏറ്റുമുട്ടുന്ന സന്ദർഭത്തിൽ വിശ്വാസികൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന എന്ത് ചെയ്യും, സ്വീകരിക്കും. രണ്ടാമത്തേത് വഇൻദ നുസൂലിൽ മതർ, മഴ ഇറങ്ങുന്ന സന്ദർഭത്തിൽ, ആ സന്ദർഭത്തിലുള്ള പ്രാർത്ഥന സ്വീകരിക്കപ്പെടും എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ മഴ പെയ്യുന്ന സന്ദർഭത്തിൽ ഹാദിഹി റഹ്മത്തുല്ലാഹ്, ഇത് അള്ളാഹുവിന്റെ റഹ്മത്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ പറയലും എന്താണ്, സുന്നത്തിന്റെ ഭാഗമാണ്. ഇത് അള്ളാഹുവിന്റെ റഹ്മത്താണ് എന്ന് പറയുന്നത്. മറ്റൊരു സുന്നത്ത്, മറ്റൊരു മര്യാദ എന്നുള്ളത്, മഴ പെയ്യുന്ന സന്ദർഭത്തിൽ ആ മഴ കൊള്ളുക എന്നുള്ളത് എന്താണ്, സുന്നത്താണെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ ഖാല അനസ് റളിയല്ലാഹു അൻഹു പറയാം, അസ്വാബന വനഹ്നു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതർ, ഒരിക്കൽ എന്ത് ചെയ്തു,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും നമുക്കും ഒരു മഴ ലഭിച്ചു. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഹശറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൗബ, റസൂലിന്റെ വസ്ത്രം എന്ത് ചെയ്തു? റസൂൽ ചില ഭാഗങ്ങൾ, ഔറത്തൊഴികെയുള്ള ചില ഭാഗങ്ങൾ റസൂൽ തുറന്നിട്ടു. മഴ കൊള്ളാൻ വേണ്ടി റസൂൽ തുറന്നിട്ടു. ഹത്താ അസ്വാബഹു മിനൽ മതർ, മഴ ലഭിക്കാൻ വേണ്ടി, മഴ കൊള്ളാൻ വേണ്ടി. ആ സന്ദർഭത്തിൽ സ്വഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹി ലിമ സനഅത ഹാദാ, ഓ റസൂലേ താങ്കൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? ആ സന്ദർഭത്തിൽ പറഞ്ഞു, ലിഅന്നഹു ഹദീസു അഹ്ദിൻ ബിറബ്ബിഹി തആല, കാരണം ഇത് അല്ലാഹുവിന്റെ ഒരു റഹ്മത്താണ്, അല്ലാഹുവിന്റെ ഒരു റഹ്മത്താണ്, അനുഗ്രഹീതമായതാണെന്ന് മഴവെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് വിശുദ്ധ ഖുർആനിൽ വന്നതാണ്, വനസ്സൽനാ മിനസ് സമാഇ മാഅൻ മുബാറകൻ. അപ്പോൾ അനുഗ്രഹീതമായ വെള്ളമാണ് എന്നതുകൊണ്ട് തന്നെ അത് ലഭിക്കുക, അത് ശരീരത്തിലേക്ക് ഏതൊക്കെ ഭാഗത്തിലേക്കാണോ അത് നമുക്ക് ലഭിക്കാൻ സാധിക്കുക, ആ രൂപത്തിൽ അങ്ങനെ ചെയ്യാന്നുള്ളത് റസൂലിന്റെ സുന്നത്തിൽപ്പെട്ടതായിരുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരുന്നത്. അതോടൊപ്പം തന്നെ ഇടിയുമായി ബന്ധപ്പെട്ട് ചില ഹദീസിൽ വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, അർറഅദു മലക്കുൻ മിനൽ മലായിക, ഇടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മലക്കാണെന്നാണ്. എങ്ങനെയുള്ള മലക്ക്? മുവക്കലുൻ ബിസ്സഹാബ്, ആ മലക്കിനാണ് മേഘത്തിന്റെ വിഷയത്തിലുള്ള ഡ്യൂട്ടി കൊടുത്തിട്ടുള്ളത്. ബിയദിഹി ഔ ഫിയദിഹി മിഹ്റാഖും മിൻ നാരി, അപ്പോൾ നരകത്തിൽ നിന്നുള്ള ഒരു ദണ്ഡുണ്ട് ആ മലക്കിന്റെ അടുക്കലുണ്ട്. യുസ്ജിറു ബിഹി അസ്സഹാബ്, അതായത് സഹാബിന് എന്ത് ചെയ്യും? കാർമേഘത്തിലേക്ക് ആ ദണ്ഡ് കൊണ്ടടിക്കുന്നതാണ്. വസ്സൗതുല്ലദി യസ്മഉ മിൻഹു സജ്റഹു അസ്സഹാബ്, അപ്പോൾ ആ സഹാബിന് മേഘത്തിനടിക്കുന്ന ശബ്ദമാണ് എന്ത് ചെയ്യുന്നത്? കേൾക്കുന്നത്. ഇദാ സജറഹു ഹത്താ യൻതഹിയ ഇലാ ഹൈസു അമറഹു, അതാണ് നമ്മൾ കേൾക്കുന്നത് എന്നാണ്. ഇങ്ങനെ ഒരു ഹദീസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇമാം ബുഖാരി റഹ്മഹുല്ലാ തന്റെ അൽ അദബുൽ മുഫ്രദ് എന്ന ഗ്രന്ഥത്തിൽ കൊണ്ടുവരികയും ഇമാം അൽബാനി റഹ്മഹുല്ലാ അത് സഹിയാണ് എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ചില പണ്ഡിതന്മാരൊക്കെ ഈ ഹദീസ് സഹിയല്ല, ദുർബലമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട് എന്ന് ചേർത്ത് വായിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മഴ പെയ്ത് നല്ല മഴ ലഭിച്ചു, അങ്ങനെ ആ മഴയിലൂടെ ഒരാൾ മുങ്ങി മരിക്കുകയാണ് എങ്കിൽ ആ മരണം ഷഹീദിന്റെ മരണമാണെന്നാണ്, അത് ഷഹീദിന്റെ ഗണത്തിലാണ് ഉൾപ്പെടുത്തുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അശ്ശുഹദാഉ സബ്അത്തുൻ, ഷഹീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ആളുകളാണെന്നാണ്. ഒരാളാണ് വൽ ഗർഖു ഷഹീദുൻ, മുങ്ങി മരിച്ചു കഴിഞ്ഞാൽ അത് ഷഹീദിന്റെ ഗണത്തിലാണ് ഉൾപ്പെടുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നല്ല കഠിനമായ മഴ പെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റൂല? ആ മഴയെ നമ്മൾ ഒരിക്കലും പഴി പറയാൻ പറ്റൂല എന്നുള്ളതാണ്, അതിനെ കുറ്റം പറയാൻ പാടില്ല. ഇതെന്തൊരു മഴയാണ് എന്നിങ്ങനെയുള്ള നിലക്കുള്ള സംസാരങ്ങൾ ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസുബ്ബു ദഹർ, നിങ്ങൾ കാലത്തെ എന്ത് ചെയ്യരുത്? കുറ്റം പറയരുത്. കാരണം ആ കാലത്തെ ക്രമീകരിക്കുന്നത് ആരാണ്? അല്ലാഹുവാണ്. ആ കാലത്തെ ക്രമീകരിക്കുന്നത് അല്ലാഹുവാണ് എന്നതുകൊണ്ട് കാലത്തെ കുറ്റം പറയാൻ പാടില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലാ തൽഅനു അർരീഹ, നിങ്ങൾ കാറ്റിനെയും എന്ത് ചെയ്യരുത്? ലഅനത്ത് പറയരുത്, ശാപവാക്കുകൾ കൊണ്ട് വിശേഷിപ്പിക്കരുത്. ഫഇന്നഹാ മഅ്മൂറത്തുൻ, അത് കൽപ്പിക്കപ്പെട്ടതാണ്. ആരുടെ അടുക്കലിൽ നിന്ന്? അല്ലാഹുവിന്റെ അടുക്കലിൽ നിന്ന്. വഇന്നഹു മൻ ലഅന ശൈഅൻ ലൈസ ലഹു ബിഅഹ്ലിൻ, ഒരാൾ ആ ലഅനത്തിന് അർഹനല്ല, ഒരാൾ എന്തല്ല? ആ ശാപവാക്കിന് അർഹനല്ലാത്ത ഒരാളാണ്. അപ്പൊ അങ്ങനെ ഒരാൾക്ക് നമ്മൾ ശാപവാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ റജഅത്തിൽ ലഅനതു അലൈഹി, അവനിലേക്ക് തന്നെ എന്ത് ചെയ്യും? ആ ശാപം തിരിച്ചു വരുന്നതാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഇതാണ് മഴയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചില മര്യാദകൾ. മറ്റൊന്ന്, വിശ്വാസപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ മഴയെ നമ്മൾ ആരിലേക്കാണ് ചേർത്ത് പറയേണ്ടത്? അള്ളാഹുവിലേക്കാണ്. അതല്ലാതെ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്കല്ല നമ്മൾ ചേർത്ത് പറയേണ്ടത്. ചിലപ്പോഴൊക്കെ ഇന്ന ഞാറ്റുവേല കാരണത്താലാണ് മഴ നമുക്ക് കിട്ടുന്നത് എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. അതൊക്കെ ഒഴിവാക്കേണ്ട വർത്തമാനങ്ങളാണ്. മഴ നമുക്ക് ലഭിക്കാനുള്ള കാരണം അള്ളാഹു അത് നിശ്ചയിച്ചു എന്നതുകൊണ്ടാണ്. അള്ളാഹു അത് നിശ്ചയിച്ചു എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും അതിൻ്റെ സബബുൽ മുസബ്ബിബ്, എല്ലാ കാര്യത്തിൻ്റെയും കാരണക്കാരനാരാണ്? അള്ളാഹുവാണ്. അപ്പൊ അള്ളാഹുവിലേക്ക് ചേർത്തി പറയാന്നുള്ളതാണ്. അതാണ് അള്ളാഹുവിനോട് നന്ദിയുള്ള അടിമകൾ ചെയ്യേണ്ടത്. അപ്പൊ അതാണ് ആ ആയത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വഅൻസൽനാ മിനൽ മുഅ്സിറാത്തി മാഅൻ
സജ്ജാജ. അപ്പൊ അവിടെ മുഅ്ശിറാത്ത് എന്ന വാക്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതായത് മേഘം നമ്മൾ പറഞ്ഞു, മേഘം എന്നാണ് മുഅ്ശിറാത്തിന്റെ ഉദ്ദേശം. അതോടൊപ്പം തന്നെ മഴ പെയ്യാൻ കാത്തു നിൽക്കുന്ന മേഘത്തിനെയാണ് എന്ത് ചെയ്യുക, മുഅ്ശിറാത്ത് എന്ന് പറയാം. മുഅ്ശിറാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്യാൻ കാത്തു നിൽക്കുന്ന മേഘത്തെയാണ് മുഅ്ശിറാത്ത് എന്ന് വിശേഷിപ്പിക്കാറുള്ളത്. എന്നിട്ട് അടുത്ത ആയത്തിൽ പറയാണ് ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാത. മഴ എന്തിനാണ് അല്ലാഹു പെയ്യിപ്പിക്കുന്നത്? ലിനുഖ്രിജ ബിഹി, നാം പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ബിഹി, ആ മഴയിലൂടെ, ഹബ്ബൻ ധാന്യത്തെയും, വനബാതൻ സസ്യങ്ങളെയും. അപ്പൊ സസ്യങ്ങളെയും ധാന്യത്തെയും അല്ലാഹു കൊണ്ടുവരുന്നത്, അതിനൊരു കാരണമാക്കിയത് എന്തിനെയാണ്? ഈ മഴയാണ്. അതിലൂടെയാണ് അല്ലാഹു ധാന്യങ്ങളും സസ്യങ്ങളും എല്ലാം ഉൽപാദിപ്പിക്കുന്നത്. സൂറത്തുൽ ഖാഫിലെ 9-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത് വനസ്സൽനാ മിനസ് സമാഇ മാഅൻ മുബാറകൻ ഫഅൻബത്നാ ബിഹി ജന്നാതിൻ വഹബ്ബൽ ഹസീദ്. അപ്പോൾ അതിലൂടെ അല്ലാഹു പറയാം, അല്ലാഹു മുളപ്പിക്കുന്നുണ്ട് എന്നാണ്. അല്ലാഹു മുളപ്പിക്കുന്നു ജന്നാതിൻ തോട്ടങ്ങളെയും, വഹബ്ബൽ ഹസീദ് കൊയ്തെടുക്കുന്ന ധാന്യങ്ങളെയും അല്ലാഹു എടുക്കുന്നത്, അല്ലാഹു മുളപ്പിക്കുന്നത് മഴയിലൂടെയാണെന്ന്. സൂറത്തുൽ അബസയിലെ 27 മുതൽ 32 വരെയുള്ള ആയത്തിൽ അല്ലാഹു പറയുന്നത് ഫഅൻബത്നാ ഫീഹാ ഹബ്ബ വഇനബൻ വഖദ്ബ വസൈതൂനൻ വനഖ്ല വഹദായിഖ ഗുൽബ വഫാകിഹതൻ വഅബ്ബ മതാഅൻ ലക്കും വലിഅൻആമിക്കും. അപ്പോൾ ഓരോ കാര്യങ്ങളും അല്ലാഹു മുളപ്പിക്കുകയാണ്. ധാന്യങ്ങൾ മുളപ്പിക്കുന്നു, അതോടൊപ്പം തന്നെ പച്ചക്കറികൾ മുളപ്പിക്കുന്നു. ഖൽബൻ, ഖൽബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കറിയാണ്. ഐനബൻ മുന്തിരി, വസൈതൂനൻ വനഖ്ലൻ ഈത്തപ്പഴം. ഇതൊക്കെ അല്ലാഹു ചെയ്യുന്നുണ്ട്, അല്ലാഹുവാണ് മുളപ്പിക്കുന്നത്. എന്നിട്ട് അല്ലാഹു പറയാണ് ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? മതാഅൻ ലക്കും, നിങ്ങൾക്കുള്ള ഭക്ഷണമായിട്ടാണ്, നിങ്ങൾക്കുള്ള ഭക്ഷണമായിട്ടാണ്. മറ്റൊന്ന് വലിഅൻആമിക്കും, കന്നുകാലികൾക്കുള്ള ഭക്ഷണമായിട്ടാണ് അല്ലാഹു ഇതൊക്കെ ചെയ്യുന്നത്, അല്ലാഹു മുളപ്പിക്കുന്നത് എന്നാണ്. ഈ ആയത്തിന്റെ സന്ദർഭത്തിലാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഒരിക്കൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ഈ ആയത്തിന്റെ തഫ്സീർ ചോദിക്കപ്പെട്ടു എന്നാണ്. അൻ തഫ്സീരിൽ ഫാകിഹതി വൽ അബ്, എന്താണ് ഈ ഫാകിഹത്ത്, അബ് എന്നൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അർത്ഥമാക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു. ആ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നത് അയ്യു സമാഇൻ തുദില്ലുനി വ അയ്യു അർദിൻ തുഖില്ലുനി, ഏത് ആകാശമാണ് എനിക്ക് സഹായമായി നിൽക്കുക, ഏത് ഭൂമിയാണ് എന്നെ സഹായിക്കുക. അള്ളാഹുവിന്റെ ഖുർആനിന്റെ വിഷയത്തിൽ അർത്ഥമറിയാത്ത ഒന്ന്, വിശദീകരണം അറിയാത്ത ഒന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആകാശത്തിന്റെ ഉടമ എന്നെ സഹായിക്കുമോ എന്നാണ് ചോദിച്ചിരുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നടന്ന ഒരു സ്വഹാബിയാണ്. എന്നാൽ ഖുർആനിന്റെ വിഷയം വന്നപ്പോൾ അവിടെ എന്ത് ചെയ്തു? അമിതമായ സൂക്ഷ്മത അവർ കാണിച്ചിരുന്നു എന്നാണ്. കാരണം അള്ളാഹുവിന്റെ വിഷയത്തിൽ, ഖുർആനിന്റെ വിഷയത്തിൽ നമുക്കറിയാത്തൊരു കാര്യം, നമുക്കറിയില്ല, അങ്ങനെ ഒരു കാര്യം നമ്മൾ ഊഹിച്ച് പറഞ്ഞ് ശരിയായാലും അതിനെന്താണ്? തിന്മയാണ് രേഖപ്പെടുത്തുക. ഖുർആന്റെ വിഷയത്തിൽ നമുക്കതിന്റെ അർത്ഥം അറിയില്ല, എന്നാൽ നമ്മൾ അർത്ഥം പറഞ്ഞു, ആ അർത്ഥം ശരിയായി, എന്നാലും നമുക്ക് എന്താണ്? തിന്മയാണ് ലഭിക്കാനുള്ളത്. അപ്പോൾ ആ സൂക്ഷ്മത ദീനിന്റെ വിഷയത്തിൽ നമ്മൾ എപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ട ഒന്നാണ്. അറിയാത്ത കാര്യം അറിയില്ല എന്ന് പറയലാണ് അവിടെ നമ്മൾ എടുക്കേണ്ട നിലപാട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോടും സമാനമായ ചോദ്യം ചോദിക്കുകയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സമാനമായ മറുപടി എന്ത് ചെയ്തു? പറഞ്ഞിട്ടുണ്ട് എന്ന് തഫ്സീർ ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നിട്ട് അല്ലാഹു പറയാണ് വജന്നാതിൻ അൽഫാഫ. അപ്പോൾ അല്ലാഹു ലിനുഖ്രിജ ബിഹി, അല്ലാഹു പുറത്തെടുക്കുകയാണ് എന്തിനെ? ഹബ്ബൻ വനബാതൻ, ധാന്യത്തെയും സസ്യങ്ങളെയും. പിന്നെന്തിനാ അല്ലാഹു പുറത്തെടുക്കുന്നത്? വജന്നാതിൻ അൽഫാഫൻ. ഇപ്പൊ ജന്നാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോട്ടങ്ങൾ, അൽഫാഫ് എന്ന് പറഞ്ഞാൽ ഇടതൂർന്ന തോട്ടങ്ങൾ എന്നാണ്. ഇടതൂർന്ന ഒപ്പമുള്ള ഒരുപാട് തോട്ടങ്ങളെയും എന്ത് ചെയ്യുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തെടുക്കുന്നു. അപ്പൊ മഴയിലൂടെ നമുക്കറിയാം ഒരുപാട് ഉപകാരങ്ങളാണ് മഴയിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന ഭക്ഷണങ്ങളുടെ ഉറവിടമൊക്കെ മഴയിലൂടെയാണ്. ആ മഴ ഒന്ന് നിലച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ പ്രാധാന്യം എത്രയാണ് എന്നുള്ളത്. ഒരുപാട് കാര്യങ്ങൾക്ക് എന്ത് ചെയ്യും? അവിടെ ബുദ്ധിമുട്ടുകൾ സംഭവിക്കും. ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്കെന്നെ അറിയാം, കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് മഴ ലഭിക്കാത്തൊരവസ്ഥ വരുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾ, പ്രത്യേകിച്ചും ചില സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യും? വെള്ളം പോലും ലഭിക്കാത്ത അവസ്ഥയിലേക്ക്
എത്താറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആ മഴയുടെ വിഷയത്തിൽ അള്ളാഹുവിനെ പലപ്പോഴായി സ്തുതിക്കുകയാണ് വേണ്ടത്. ആ സ്തുതിക്കുക എന്നുള്ളത് ആ മര്യാദകൾ പാലിക്കുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരുപാട് മര്യാദകളുണ്ട്. ആ മര്യാദകൾ പാലിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അലം നജഅലിൽ അർദ മിഹാദ എന്ന ആയത്തിൽ നിന്നാണ് ആരംഭിച്ചത്. അവിടെ മുതൽ അള്ളാഹു ഏകദേശം 9ഓളം കാര്യങ്ങൾ അലം നജഅലിൽ അർദ മിഹാദ വൽ ജിബാല ഔതാദ വഖലഖനാകും അസ്വാജ വജഅൽനാ നൗമകും സുബാത വജഅൽനാ അൽ-ലൈല ലിബാസ വജഅൽനാ അൻ-നഹാറ മആശ വബനൈനാ ഫൗകകും സബ്അൻ ശിദാദ വജഅൽനാ സിറാജൻ വഹാജ വഅൻസൽനാ മിനൽ മുഅ്സിറാതി മാഅൻ സജ്ജാജ. അപ്പോൾ അതിനുശേഷം പറയുന്നത് അതിൽ നിന്ന് എന്തൊക്കെ എടുക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ 9 കാര്യങ്ങൾ അള്ളാഹു എടുത്തു പറയാൻ എന്തിനു വേണ്ടിയിട്ടാണ്? ഇതൊക്കെ ഉണ്ടാക്കിയതാരാ? അള്ളാഹുവാണ്. എല്ലാം സംവിധാനിച്ചത് അള്ളാഹുവാണ്. ഭൂമിയിൽ എന്തൊക്കെ വ്യത്യസ്തങ്ങളായ സംഭവങ്ങൾ നടക്കുന്നുണ്ടോ അതിൻ്റെ എല്ലാം ഉടമസ്ഥൻ റബ്ബാണ്. ആ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങളെ പുനർജീവിപ്പിക്കാനുള്ളത് ഒരു വിഷയമേ അല്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ അല്ലാഹു ചെയ്തത് ഈ സൂറത്തിന്റെ ആദ്യത്തിൽ തന്നെ പരാമർശിച്ചത് എന്നുള്ളതാണ്. ഇനി അടുത്തത് വേറൊരു വിഷയമാണ്. അടുത്തത് സൂറത്തിൽ വരുന്നത് ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് വേറെ വിഷയമായതുകൊണ്ട് തന്നെ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിക്കുവാനും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനും വിശുദ്ധ ഖുർആനിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങൾ അല്ലാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.